അസ്സലാമലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ കമന്റിൽ ആവശ്യപ്പെട്ട കോണിന്റെ റെസിപ്പിയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ 7:30 മണിക്കാണ് അടുക്കളയിലേക്ക് വന്നത്. വന്നപാടും ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രീസറിന് ചിക്കനും ബീഫും ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഐസൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇതാ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഴമൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതാ ടേബിൾമ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചായ കുടിക്കുകയെന്ന്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന്. ഞങ്ങൾ രാവിലത്തെ ചായ കൂടി നടക്കുന്നുണ്ട് അത്ര. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ അടുക്കളയിലേക്ക് വരുമ്പോൾ അനിയത്തി ഇതാ ചിക്കൻ റോള് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓളെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനും ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് കേക്കിന് വേണ്ടിയിട്ട് കുഴച്ചൊക്കെ ഇന്ന് കുറേ നാളായില്ലേ, 1.5 മാസത്തോളായി കേക്കിന് കുഴച്ചെടുക്കാത്ത. ഇങ്ങനത്തെ കുഴക്കൽ പരിപാടിയെല്ലാം നിർത്തിയിട്ട് ഒരു 8 മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2.5 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി അളന്നെടുക്കാനും പഞ്ചസാരയൊക്കെ ഇതുപോലെ അളന്നെടുക്കാനൊക്കെ ഞങ്ങൾ മിൽക്ക് മെയ്ഡിന്റെ ടിന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മുമ്പേ ഉപയോഗിച്ച് ശീലമായതുകൊണ്ട് പെട്ടെന്ന് അതിനെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് നിങ്ങളൊക്കെ കപ്പിൽ ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാൻ ഇതിൽ തന്നെ ചെയ്തെടുക്കുന്നത്. എനിക്ക് ഇതാണ് കറക്റ്റ് അളവൊക്കെ കിട്ടല്. അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ഏലക്കായും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ല പോലെ മൈദയൊക്കെ ഇട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി നമ്മൾ കോൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടേ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. അത് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാബേജും ചോപ്പറിലിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ചോപ്പർ നല്ല യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ അത് നിലത്ത് വീണിട്ട് പൊട്ടിപ്പോയി. മിനിയാന്നും കൂടി അതിനെ പറഞ്ഞതേലും കായ് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതെന്ന്. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇത്രയും വർഷം ഉപയോഗിച്ചില്ലേ, അതിനും മനം മടുക്കൂലേ, അങ്ങനെ ആയിരിക്കണം വീണുപോയത്. അതൊക്കെ പോട്ടെ. പിന്നെ ഇതാ നമ്മുടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഉള്ളിയും അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത് 3ഉം ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വെന്ത് വരണ്ട, ഒരു പാകത്തിനൊന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ അതിലേക്ക് ചിക്കനും നമ്മൾ പൊടിച്ച് വെച്ചതുണ്ടായിന് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മസാല റെഡി ആയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഉച്ചക്കേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബീഫും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ മുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടാണ് അത് വെച്ചത്. പിന്നെ ഇതാ പരിപ്പും തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ആങ്ങളെയും ആങ്ങളുടെ വൈഫും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനും കൊടുക്കാൻ വിചാരിച്ച് 3 ഗ്ലാസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ അരിച്ചെടുത്ത് വേഗം ഗ്ലാസ്സിൽ വെച്ചിട്ട് അതവർക്ക് കൊടുത്ത് പിന്നെ ഞാൻ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടില്ലേ, അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. പിന്നെ പരിപ്പ് വന്നിട്ടാകുമ്പം ഗ്യാസ് ഓഫാക്കിയിട്ട് അവിടെ വെക്കിയതിന് വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ തേങ്ങാപ്പാലൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചാൽ കറി സെറ്റ് ആയിട്ടുണ്ട്. പരിപ്പ് കറി റെഡിയായി. ഇനി നമുക്ക് നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വെച്ചാൽ കറി സെറ്റ്. ഇനി നമുക്ക് ബീഫും കൂടി കാച്ചിയെടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഗരം മസാല, കുരുമുളക് പൊടി, ബീഫ് മസാല, വലിയ ജീരകം, ചെറിയ ജീരകം പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിച്ചെടുത്താൽ നമ്മുടെ ബീഫ് വരട്ടിയതും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് നെയ്ച്ചോറ് വെക്കാം. അതിനായിട്ട് ഇതാ മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് മിൽമ നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി കൂടിയിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. ഓവർ മുരിച്ചാൽ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആ പാകത്തിനെടുത്തത്. പിന്നെ ഇതാ ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് കറുവാപ്പട്ടയും ഏലക്കായും പിന്നെ ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് 3 പാട്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ തേങ്ങാപ്പാലിൻ്റെ വെള്ളം കൂടി കൂട്ടിയതുകൊണ്ടാണ് വെളുത്തിട്ട് കാണുന്നത്. പിന്നെ ഇതാ ഞാൻ ചോറുണ്ടാക്കുന്ന ടൈമിൽ അനിയത്തി പിന്നെ പിരിയാടിയൊക്കെ റെഡി
റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ട് അതിന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പൊരിച്ച് വെച്ച ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കച്ചമ്പറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ തൈരാണ് അതിലേക്ക് ഒഴിക്കുന്നത്. പണ്ടത്തെ സ്റ്റൈലാണ് ഞാൻ കച്ചമ്പർ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ചോറ് റെഡിയായി. ഇനി ലാസ്റ്റ് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വേഗം ഞാൻ പപ്പടം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കേക്കുള്ളതൊക്കെ റെഡിയായിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. ആ സമയം ഞാനിതാ നമ്മുടെ നേരത്തെ ഒരു കോണിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയിട്ടേ, നിങ്ങളതൊക്കെ മറന്നോന്നറിയില്ല. അതിന് വേണ്ടിയിട്ടുള്ള മയോണീസാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ടേബിൾമ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കും. വെള്ളിയാഴ്ച ഇങ്ങനെ ആണുങ്ങളൊക്കെ ഉണ്ടായാൽ പെരുന്നാൾ പൊലി തന്നെയാണ്. അല്ലെങ്കിലും ഞങ്ങൾ എന്തായാലും ബിരിയാണിയോ നെയ്ച്ചോറോ എന്തായാലും ആയിട്ട് ഉണ്ടാക്കും. എന്നാലും ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്നൊക്കെ കീഞ്ഞ് വരുമ്പോൾ പെരുന്നാളിൻ്റെ പോലത്തെ തോന്നലാണ്. അവർ ഫുഡ് കഴിക്കുന്ന ടൈം കൊണ്ട് ഞാനിത് അതിൻ്റെ മാവ് കുഴച്ചെടുക്കുകയെന്ന്. പിന്നെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിന് എത്ര കിലോനാണ് മാവ് എടുക്കേണ്ടത്, 50 പീസിനേന്ന്. ഇത് ഞാൻ 3 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. അതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റുക. എനിക്ക് ഇതിൽ നിന്ന് 30 ബോൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 50 പീസിൻ്റെതാണ് ചോദിച്ചിട്ടുണ്ടായത്. ഇത് 30-30ൻ്റെ നേരത്തെയാകുമ്പോൾ 60 പീസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ 3 കപ്പ് മൈദ നിങ്ങൾ എടുത്താൽ മതി. മൗലൂദിന് ചീരണി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും മൈദ കുഴക്കുമ്പോഴൊന്നും അളന്നിട്ട് എടുക്കാറില്ല. എൻ്റെ ഒരു കൈക്കണക്കും മെയ്ക്കണക്കിനും നോക്കിയിട്ടാണ് എടുക്കൽ. ഇത് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ് അളവിന് അളന്നെടുത്തത്, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പരത്തിയതിന് ശേഷം പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിന്. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ വന്നിട്ട് ബാക്കി പണിയെടുക്കുകയെന്ന്. പരത്തി വെച്ചതൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് വേഗം ഞാൻ ജസ്റ്റ് അപ്പുറം ഇപ്പുറവും ഒന്ന് ചൂട് കയറ്റിയിട്ട് എടുക്കുകയായിരുന്നു. ഒരുപാടൊന്നും ചൂടാക്കാൻ വെക്കണ്ട, ജസ്റ്റ് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ വേഗം ആദ്യത്തെ ബാച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പണി എടുക്കുന്ന സമയം കൊണ്ട് അതിനകത്ത് ഇതാ കേക്കും പീരിയഡും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിനും പീരിയഡക്കും കാജക്കും ഒക്കെ ഇന്ന് ഓർഡർ ഇല്ലതാണ്. പിന്നെ ഇതാ ഞാൻ എൻ്റെ മസാല ഒക്കെ റെഡി ആയത് അതിലേക്ക് മയോണിസും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പരത്തി ഷീറ്റൊക്കെ 2ആയിട്ട് മുറിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ മൈദമാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പശയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇതുപോലെ ഐസ്ക്രീം പോലെ കോണാക്കിയിട്ട് അതൊന്ന് മാറ്റിയെടുത്ത് അതിലേക്ക് നമ്മുടെ മസാല നിറച്ച് കൊടുക്കണം. നല്ല പോലെ ഒന്ന് നിറയണം. ഇല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം സേമിയയിൽ മുക്കുമ്പം പിന്നെ അതിൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ചാടും, മൈദയിലേക്ക് എല്ലാം വീഴും. അതുകൊണ്ടാണ് നല്ല തിക്കായിട്ടൊന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും സമയം ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണിക്ക് ഇവർ സാധനം എടുക്കാൻ വേണ്ടി വരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കായടിയും ചിക്കൻ റോളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രീസർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കും മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. മതിയായ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിട്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കണം. കാരണം കുറച്ചൊരു തിരക്കില്ല ദിവസങ്ങളാണ് ഇനി. ഒരു റബീഉൽ അവ്വൽ 12 വരെ ഞങ്ങൾക്ക് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വർത്താനം പറയാൻ നിൽക്കാത്തത്. അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. എല്ലാവരോടും സ്നേഹം മാത്രം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ടൈമിൽ ഡെലിവറി ചെയ്യേണ്ട ടൈമാണ് കൂടുതലും. ആദ്യത്തെ ഒരു ട്രിപ്പ് കൊടുത്തയച്ചിട്ടുണ്ട്. മരുന്നും പിന്നെ കേക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അത് കൊടുത്തയച്ചതിന് ശേഷം ഞാനിതാ വേഗം വന്നിട്ട് മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് സേമ്യത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം എല്ലാം ചെയ്തെടുത്തിട്ട് കാക്കി എടുക്കണം. അപ്പോൾ തന്നെ അടുത്ത ആളും വിളിച്ചിട്ടുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് കോണിന്റെ ഓർഡർ ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കായടിയും ചിക്കൻ റോളൊക്കെ അന്ന് ഉണ്ടായത്. അങ്ങനെ കോണൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാക്കിംഗ് ആണ്. ഞാൻ ഇതുപോലെയാണ് പാക്ക് ചെയ്തെടുക്കൽ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ പാക്കിങ് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇതുപോലൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ഇതുപോലെ ചെയ്യാനൊക്കെ പ്രചോദനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കൊണ്ട് മാത്രമാണ്. പിന്നെ അങ്ങനെ ഇതാ അതൊക്കെ റെഡിയാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അടുത്ത ആളെത്തിയിട്ടുണ്ട്. അവർക്ക് വേഗം ഞാൻ പാക്കാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കായടിയും ചിക്കൻ റോളും ഞാൻ ബോക്സിലാക്കി കൊടുത്ത് ഫ്രോസൺ ആയാൽ നല്ല സുഖമാണത് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കേക്കും കാജിയും അതൊരു കവറിലും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ആളും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളതും ഞാൻ ബോക്സിലാക്കി കൊടുത്ത് ഈ 3 ഓർഡറും കൊടുത്തതിന് ശേഷം 4-ാമതായിട്ട്
ആയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ടായിനി. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ടായിനി. അവരും സ്നാക്സ് വാങ്ങിയിട്ട് പോയി. അപ്പോൾ കാണാൻ വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.